മഹത്വങ്ങൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിൽ ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖിൽ ചില ഖബറുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഖബറുകളിലെ പേരൊന്നും ആർക്കും അറിയില്ല. പിന്നെ ആ ഖബറിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? നേർച്ച വരുന്ന ഖബർ, ധാരാളം നേർച്ച വരുന്നു, കയ്യും കണക്കുമില്ലാത്ത നേർച്ചകൾ ഫലം കിട്ടിയതിന്റെ പേരിൽ ജനങ്ങൾ കൊണ്ടുവന്ന് നേർച്ചയാക്കുക. അൽ ഖുബൂറുൻ നുദൂർ, നേർച്ച വരുന്ന ഖബറുകൾ. അവരുടെ പേരെന്താണ്? പേരറിയില്ല. ഏത് നാട്ടിൽ അവർ ജനിച്ചു, എത്ര കാലം അവർ ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു, ഒന്നും അറിയില്ല. അതൊന്നും ഇപ്പോഴുള്ള ആളുകൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ആളുകൾ ഒരു മേൽവിലാസത്തിൽ മഹത്തുക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഞാൻ ആമുഖമായൊരു വിഷയം പറഞ്ഞ് എന്റെ വിഷയത്തിലേക്ക് കടന്നു. നമ്മുടെ ഈ പരിസരങ്ങളിൽ ഈ മഹാന്മാരൊക്കെ തന്ന് വേണ്ട രൂപത്തിൽ അവരെ ഉപയോഗപ്പെടുത്തി നമ്മൾ ജീവിതം നന്നാക്കുന്നില്ലെങ്കിൽ അവരെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ട്. അള്ളാഹു ഇത് എടുത്തു മാറ്റും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ മഹത്തുക്കളെയൊക്കെ പരിഗണിക്കുന്ന ഒരു കാലം സമയം ഉണ്ട്. അവരെ പരിഗണിക്കാത്തൊരു രംഗവുമുണ്ടോ? ഉണ്ട്. നമ്മുടെ ഈ നാടിന്റെ പഴയ അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും എല്ലാവരും നന്നായി ചിന്തിക്കണം. പുരോഗതി അള്ളാഹു ധാരാളം തന്നിട്ടുണ്ടാകും. അധോഗതിയിലേക്കുള്ള മാർഗമാകരുത് അത്. കഷ്ടപ്പാടുകൾ ഒരുപാട് തീർന്നിട്ടുണ്ടാകും. ഉപ്പാപ്പയുടെ കാലത്ത് കഞ്ഞി വെച്ച് മാത്രം ജീവിച്ചവരാകും. ചായയുടെ ചണ്ടി മാത്രം ഉപയോഗിച്ച് 2, 3, 4 ദിവസങ്ങൾ ഒരേ ചായ കുടിച്ചവരായിരിക്കും. നിലമൊരിക്കലും മാർബിളോ മുസൈക്കോ ടൈലോ ഒട്ടിക്കാതെ കരി തേച്ച നിലത്തിലൂടെ മാത്രം പായ വിരിച്ചുറങ്ങിയവരായിരിക്കും. അള്ളാഹുവിനെയും അവന്റെ മഹാന്മാരെയും മറക്കരുത്. മക്കളോട് ബാപ്പമാര് പറയണം, അവരെ മറക്കരുത്. അവരെ പരിഗണിക്കുന്ന ഒരു കാലം അള്ളാഹു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഖൈറും ചെയ്യാൻ ഒരൊറ്റ മുഅ്മിനും സാധിക്കുകയില്ല. അവരെ പരിഗണിക്കുന്ന ഒരു കാലം, അവരെ പരിഗണിക്കാത്തൊരു കാലം വരും. സ്വാലിഹീങ്ങളെ നാട്ടിലുള്ളവരെ, ഭൂമിന്റെ അടിയിലുള്ളവരെ അല്ലാഹു തആല പരിഗണിച്ചിട്ട് കുറെയൊക്കെ ഷർറുകളൊക്കെ മാറ്റി, അങ്ങനെയുള്ള ഒരു കാലമുണ്ട്. അവരെ പരിഗണിക്കുന്നില്ല. ഇനി അവരെ പരിഗണന വേണ്ട. അവരെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സമയം വരും. സയ്യിദുനാ റസൂലുള്ളാഹി അസ്മാ ബീവിയുടെ, സൈനബ് ബീവിയുടെ ചോദ്യം സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനുഹുലകു വഫീന സ്വാലിഹൂൻ, അനുഹുലകു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ നാശം വരുമോ നബിയേ? നല്ലവരായി ഗണിക്കപ്പെടുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ, ഞങ്ങളെ നാട്ടിലുണ്ടായിരിക്കെ, പരിസരങ്ങളിലുണ്ടായിരിക്കെ കാലദുരന്തങ്ങൾ വന്നേക്കുമോ? പ്രകൃതിക്ഷോഭങ്ങൾ വന്നേക്കുമോ? ആകാശവും ഭൂമിയും ഒന്നാകെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തങ്ങളുടെ മറുപടി നഅം, അതേ വരും. സ്വാലിഹീങ്ങളെ പരിഗണിക്കുന്ന ഒരവസ്ഥ അല്ലാഹു മാറ്റിക്കഴിയും. ഇദാ കസുറൽ ഖബസൂ, ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാരി തലക്കെട്ട് ശരിക്കും മനസ്സിലാക്കണം. നാട്ടിലൊരു മഹാനുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് പന്താടാൻ കഴിയില്ല. എന്തുമാവാമെന്ന് ചിന്തിക്കരുത്. ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുമ്പസരിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. ഉച്ചനീചത്വങ്ങൾ വർദ്ധിച്ചാൽ, അനാവശ്യങ്ങളും വൻദോഷങ്ങളും പെറ്റുപെരുകിയാൽ, അനാവശ്യ
ആവശ്യങ്ങൾ വർദ്ധിച്ചാൽ, വൻദോഷങ്ങൾ കുമിഞ്ഞുകൂടിയാൽ, വർഷാവർഷം അതിന്റെ ഒരു കണക്കെടുത്തു നോക്കുമ്പോ മദ്യപാനികളും മയക്കുമരുന്നിന്റെ അടിമകളും പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക് പിന്നാലെ മാത്രം ജീവിതം തള്ളി നീക്കുന്നവരും ആണിലും പെണ്ണിലും തുലോം കണക്കിന് വർദ്ധിച്ചാൽ സ്വാലിഹീങ്ങളെ പരിഗണിക്കുന്ന പരിഗണന അല്ലാഹു എടുത്തു മാറ്റും. പിന്നെ അല്ലാഹു തആല അവന്റെ ശിക്ഷയെ ഓരോന്നോരോന്നായി അയച്ചു വിട്ടാൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചാൻസ് നഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ ചെയ്യണമെന്ന് നിയ്യത്തോടെ നടക്കുന്നവർക്ക് എല്ലാം പോയി. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് കരുതി സംഭരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയി. ചെറിയ കുട്ടികളെയും നാൽക്കാലികളെയും വളഞ്ഞൊടിഞ്ഞുള്ള പ്രായമുള്ള വയസ്സന്മാരെയും റുക്കൂയിൽ കിടക്കുന്നവരെയും പരിഗണിക്കാത്തൊരു സന്ദർഭം വന്നാൽ, ഇത് തന്നെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗലല്ലദീന ലഹും വിർദുൻ യഖൂമൂന വആഖറൂന ലഹും സർദുൻ യസൂമൂന ലദുക്ദികത് അർളുകും മിൻ തഹതികും സഹറാ ലിഅന്നകും ഖൗമു സൂ ഇല്ലാ തുതിഊന ലൗലല്ലദീന ലഹും വിർദുൻ യഖൂമൂന. പതിവായി നിസ്കരിക്കുന്ന നിസ്കാരം, പതിവായി ചൊല്ലുന്ന ഔറാദുകൾ, പതിവായി മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുന്ന സമയങ്ങൾ, അങ്ങനെ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹുവിലേക്ക് വിനയം പ്രകടിപ്പിക്കുന്ന ഒരു ടീം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, വആഖറൂന ലഹും സർദുൻ യസൂമൂന, പതിവായി നോമ്പനുഷ്ഠിക്കുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, റജബിലും നോമ്പാണ്, ശഅബാനിലും നോമ്പാണ്, റമളാനിലും നോമ്പാണ്, ശവ്വാലിന്റെ 6 നോമ്പും ഉണ്ട്, ഒരു 96 നോമ്പ് നോൽക്കുന്ന ഏതെങ്കിലും ഒരു ടീം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കഥ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആശയം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ലദുക്ദികത് അർളുകും മിൻ തഹതികും സഹറാ. അത്തായത്തിന്റെ നേരത്ത് നിങ്ങളുടെ ഭൂമിയൊന്ന് കിടുകിടാ വറച്ച് നിങ്ങളെ പൊടിപൊടിയാക്കി മാറ്റും. ലദുക്ദികത് അർളികും ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. ലദുക്ദികത് അർളുകും നിങ്ങളുടെ ഭൂമി നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. മിൻ തഹതികും തായ്ഭാഗത്തൊന്ന് നിങ്ങളെ പൊക്കിയിട്ടിട്ട് സഹറൻ അത്തായത്തിന്റെ നേരത്ത്. എത്ര ടീമിന് അത്തായത്തിന്റെ നേരത്ത് അല്ലാഹ് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഫിർഔനും കൂട്ടരും നേരം വെളുപ്പാൻ കാലത്തല്ലേ അവര് ശിക്ഷയിലകപ്പെട്ടത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നേരം വെളുക്കാൻ കാലത്തല്ലേ അല്ലാഹു തആല ശിക്ഷിച്ചത്. എത്ര ആളുകൾക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ലദുക്ദികത് അർളുകും മിൻ തഹതികും സഹറാ ലിഅന്നകും, കാരണം നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ ഖൗമു സൂ, ദുഷിച്ച ടീമായി മാറിയിരിക്കുന്നു, ദുഷിച്ച വിഭാഗമായി മാറിയിരിക്കുന്നു. ഹറാമ് പറയാത്തവർ, ഹറാമ് രുചിക്കാത്തവർ, ഹറാമിലേക്ക് നടക്കാത്തവർ, ഹറാമും കൊണ്ടൊരു ഹോബിയാക്കി നടക്കാത്തവർ വളരെ വിരളമാണ്. ലാ തുതിഊന, നിങ്ങൾ നമ്മെ അനുസരിക്കുന്നില്ല. അല്ലാഹുവിന് വഴിപ്പെടാത്തത് കൊണ്ട്, മഹാന്മാർക്ക് വഴിപ്പെടാത്തത് കൊണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് കടുത്ത ശിക്ഷ വരാൻ പോവുകയാണ്. ഇതിന്റെ ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റുകൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. മറക്കരുത്, വേനൽക്കാലം കഴിഞ്ഞ് വർഷക്കാലം പിന്നെയും ചെറിയ ചെറിയ സിഗ്നലുകളൊക്കെ അല്ലാഹു തആല തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പൊട്ടിയെടുത്തേ പൊട്ടു എന്നാരും കരുതണ്ട, പൊട്ടാത്തടത്തും പൊട്ടു. നമ്മളെ നാട്ടിൽ അതൊന്നും സംഭവിക്കൂല എന്ന് കരുതരുത്. മുമ്പ് ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോ നമ്മളെ നാട്ടിൽ പറഞ്ഞു ഗുജറാത്തിലല്ലേ, ഇവിടെ ഒന്നും അല്ലല്ലോ. അടുത്ത് പൊട്ടുമ്പോ എന്താ പറയാ, അത് അപ്പുറത്തല്ലേ, പറമ്പിലല്ലോ.
ലദുഖദികതർലുകും മിൻ തഹ്തികും സഹറാ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ കാര്യം വളരെ വളരെയധികം ബേജാറുള്ളതാണ്. നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മഹത്തുക്കളെ കൂടി പരിഗണിക്കുന്ന മേൽവിലാസം അല്ലാഹു എടുത്തു മാറ്റിയാൽ ചില്ലറക്കാരായ നമ്മളെ കൂട്ടത്തിൽ പരിഗണിക്കാൻ പറ്റുന്ന എണ്ണപ്പെടുന്ന വ്യക്തികളെ അവരങ്ങോട്ട് അല്ലാഹു തആല കൊണ്ടുപോയിട്ട് പിന്നെ ബാക്കിയൊക്കെ സമായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടിനെയും നാട്ടാരെയും മുഴുവൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല സബീലിൽ എല്ലാവരും അല്ലാഹു ഉറപ്പിച്ചു നിർത്തി തരട്ടെ. അതുകൊണ്ട് മഹത്തുക്കളെ പരിഗണിക്കുന്ന അവസ്ഥ മാറാതിരിക്കാൻ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മാറിയാൽ അല്ലാഹു തആല മാറ്റം വരുത്തും. നമ്മൾ മാറുന്നതുകൊണ്ട് അല്ലാഹു മാറ്റം വരുത്താൻ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു തആല ഒരു ഖൗമിന് നൽകിയ മഹാ അനുഗ്രഹം അത് അല്ലാഹു ചേഞ്ച് വരുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരോരോരുത്തരും സ്വന്തത്തിലുള്ള നിലപാട് മാറ്റുന്നത് വരെ. നേരത്തെ അവർ പട്ടിണിപ്പാവങ്ങളായിരുന്നു. ആ വീട്ടിൽ നിസ്കരിക്കാത്തവരാരുമില്ല, ഒക്കെ നിസ്കരിച്ചിരുന്നു. കുട്ടിയോക്കി പട്ടിണി പാവമായ വീട്ടിൽ നിസ്കരിക്കാത്ത ഒറ്റൊന്നുമില്ല. അന്ന് എന്തേ കത്തിച്ചിരുന്നത്? ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അറിയില്ലേ? ചിമ്മിണി വിളക്ക് കത്തിച്ചിരുന്നു. ആ വിളക്കിന്റെ പുക ശ്വസിച്ച് ഖുർആൻ ഓതിയിരുന്നു. അന്ന് ഓടക്കുഴലെടുത്തിട്ട് അടുപ്പിലൂതിയിരുന്നു. സംവിധാനങ്ങൾ മാറി. ഇന്ന് മുഴുവൻ സ്വിച്ച് ഓൺ കർമ്മങ്ങളാണ്. ആ വിളക്ക് അപ്രത്യക്ഷമായി. സൗകര്യങ്ങൾ അല്ലാഹു ഉയർത്തുന്നു. അപ്പൊ നന്ദി കേട് വർദ്ധിച്ചു. അന്ന് ഒറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ നാട്ടില് ഒന്ന് കുടിച്ചു എന്ന് ആളുകൾ അന്ന് പറഞ്ഞാൽ പഠിച്ചോനെ നമ്മളെ നാട്ടിലോ കള്ളുകുടിയന്മാരോ ഒറ്റൊന്നുണ്ടായിരുന്നില്ല. പെണ്ണുപിടിയന്മാരോ ഇവിടെ ഈ നാട്ടിലോ ബഹുമാനപ്പെട്ട സഖാഫ് തങ്ങൾ അന്തിയുറങ്ങുന്ന ഈ നാട്ടിലോ അത്ഭുതത്തോട് ചോദിച്ചിരുന്നു ആളുകൾ. നമ്മളൊന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. നന്നായി ആലോചിക്കണം എങ്ങോട്ടാ പോക്ക്. കാലം എത്രയുണ്ട് നമ്മളെ പരിഗണിക്കാൻ. നമ്മളെ പരിഗണന അല്ലാഹു മാറ്റാൻ എത്രയുണ്ട്. എത്ര ചുരുക്കം. ബിസ്കിയും ബ്രാൻഡിയും ബീറും അന്നത്തെ ഒരു തലമുറക്കും അറിയില്ലായിരുന്നു സഹോദരങ്ങളെ. ഉള്ളിടത്തേക്ക് അവർ പോകില്ലായിരുന്നു. അങ്ങനെ എങ്ങാനും ഒരവസ്ഥ നാട്ടിലെവിടെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പശ്ചാത്താപം നടത്തുന്നത് അല്ലാഹുവേ അങ്ങനെ ഒരു വ്യക്തിയിൽ നടന്നതിന്റെ പേരിൽ നാട്ടുകാരെ മൊത്തം നീ അദാബിലാക്കല്ലേ എന്ന് നാട്ടുകാർ മൊത്തം ദ്വാരുന്നിരുന്നു. ഇന്നങ്ങനെ ദ്വാരക്കാൻ നമുക്ക് മനസ്സ് മുന്നോട്ട് വരാത്തത് നമ്മുടെ മുന്നിലും പിന്നിലും മെമ്പർമാരായി നടക്കുന്നവരിൽ, നമ്മുടെ കീഴിൽ നമ്മുടെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മുന്നിലൂടെ നടക്കുന്നവരിലും പരിചയക്കാരിലും വർദ്ധിച്ചുപോയി. അതേ ഉച്ചനീചത്വങ്ങൾ പെറ്റുവരികയാൽ, അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടിയാൽ നല്ലവരെ പരിഗണിക്കുന്ന ആ ഒരവസ്ഥ അല്ലാഹു മാറ്റിക്കളയും. അങ്ങനെ മാറ്റിയാൽ പിന്നെ ഭൂമിയിൽ ആരെ പരിഗണിക്കാനാണ് സഹോദരങ്ങളെ? ഒരാള് തന്നെ ദുരന്തം വീത്താൻ ഒരാള് തന്നെ പോരെ. അതിൽ ആളുകൾ കൂടി വന്നാലോ അവസ്ഥ എന്താകും? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ജനങ്ങളെ കൂട്ടി മരുഭൂമിയിലേക്ക് പോയി. എത്ര ദ്വാർന്നിട്ടും മഴ വരാത്തപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് സങ്കടത്തോടെ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ ഞാൻ നിന്റെ റസൂലല്ലയോ, ഞാൻ നിന്റെ നബിയല്ലയോ, റിസാലത്ത് കൊണ്ട് എന്നെ നീ അനുഗ്രഹിച്ചിട്ടില്ലേ, കലാം കൊണ്ട് എന്നെ നീ അനുഗ്രഹിച്ചിട്ടില്ലേ? ഇത്രയും ചോദിച്ചിട്ടും എന്താ റബ്ബേ ഒരു തുള്ളി മഴ പോലും മിറ്റാത്തത്? ആ സമയത്ത് മൂസാ നബി
നബിയേ, നിങ്ങളെ ജനതയുടെ കൂട്ടത്തിൽ ആ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ പരിഗണിക്കാൻ കഴിയാത്തത് കൊണ്ട്, ആ മനുഷ്യനെ പരിഗണിക്കാൻ കഴിയാത്തത് കൊണ്ട്, ആ മനുഷ്യന്റെ നെറുകേടുകളെ പൊറുപ്പിച്ചിട്ട് മനസ്സ് നമ്മളിലേക്കൊന്ന് തിരിയാതെ ഇത്രയും ഒരവസ്ഥ വന്നിട്ടും ഇനിയും 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 അനാവശ്യം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുള്ളത് കൊണ്ട് തരാൻ മടിയാണ്, തരാൻ തോന്നുന്നില്ല. റഹ്മത്ത് വറ്റിയത് കൊണ്ടല്ല, റഹ്മത്ത് തീർന്നത് കൊണ്ടല്ല, അതിന്റെ ഖജനാവ് കൊട്ടിയടച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് ആ മനുഷ്യന്മാരോട്, ആ മനുഷ്യൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ഒന്ന് തൗബ ചെയ്യാൻ പറയണേ. മൂസാ നബി അലൈഹിസ്സലാം ആ ലോകരോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട്, ഒറ്റ വ്യക്തിയുണ്ട്, ആ വ്യക്തി കാരണമായിട്ടാണ് മഴ പെയ്യാത്തത്. സഹോദരിമാരൊന്നും സംഭാഷണം നടത്തരുത്. ഞാൻ നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംഭാഷണം നടത്തും. എല്ലാവരും മിണ്ടാതിരിക്കും, കുറഞ്ഞ നേരം ഒന്ന് മുന്നോട്ട് കയറുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് വലിയ ബർക്കത്ത് തേടി തരട്ടെ. ഒന്ന് മുന്നോട്ട്. കാരണം ബാക്കിലുള്ളവർക്ക് സദസ്സ് ഫുള്ളായി തോന്നി അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാന്ന് എഴുതിയിട്ട് പോകാൻ. അപ്പൊ ബാക്കിൽ കസേര കാണുമ്പോൾ അവരങ്ങ് കയറിയിരുന്നോളൂ. അതിനാണ് അതൊക്കെ 2 കൂലി അള്ളാഹു തആല തരും. ഒന്ന് മുന്നോട്ട് കയറിയിരുന്ന കൂലിയും ബാക്കിയുള്ളവരെ നിങ്ങൾ കാരണമായിട്ട് കയറുന്ന കൂലി. അള്ളാഹു ബർക്കത്ത് തേടി തരട്ടെ. അള്ളാഹു തആല ഖൈറായിട്ട് തരട്ടെ. നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, തൗബ ചെയ്യണം, അയാള് തൗബ ചെയ്യണം. അപ്പൊ അയാള് മനുഷ്യർന്ന് പറഞ്ഞു, പഠിച്ചോനെ, ഞാനാണല്ലോ കുറ്റവാളി. ഈ കാണുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വഷളാകൂലേ അല്ലാ? അവരിൽ പലർക്കും എന്നെ അറിയില്ല, ഞാനാണ് ആ കുറ്റവാളി, ആ മഹാ തോന്നിവാസി ഞാനാണെന്ന് പലർക്കും അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയില്ലേ? അതുകൊണ്ട് പഠിച്ചോനെ, നീ ഒന്ന് മാപ്പായിക്കൊണ്ടല്ലാ, മനസ്സ് സങ്കടപ്പെട്ട് നീ ഒന്ന് പൊറുത്തുകൊണ്ടല്ല, നീ എന്നെ വഷളാക്കല്ലേ അല്ല, ഇവരിടയിൽ നീ എന്നെ വഷളാക്കല്ലേ അല്ല, എനിക്ക് മാപ്പുണ്ടല്ല, മേലാൽ ഞാൻ ചെയ്യൂല. ഒരൊറ്റടിക്ക് തീരുമാനിച്ചു. മഴ അങ്ങോട്ട് പെയ്തു. ആലോചിച്ചു നോക്കി, ആരാ മഴക്ക് ചോദിച്ചു? ഞാനും നിങ്ങളും അല്ല. വക്കല്ലമല്ലാഹു മൂസാ തക്ലീമാ, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. എത്ര വലിയ മഹാനാണ്! ഒരൊറ്റ മെമ്പർ, ഒരു മെമ്പറാണ്, ഒരു മെമ്പർ ഉണ്ടായിരുന്നത്. അള്ളാഹുവുമായി മുനാജാത്തിന് പോയ 70 ആളുകളിൽ മിക്ക ആളുകളെ കൂട്ടത്തിലുണ്ട്. റബ്ബിനോട് മുനാജാത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം തെരഞ്ഞെടുത്തത് നല്ല ആൾക്കാരെയാണ്, സെലക്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. 70 ആളുകളെ കടഞ്ഞെടുത്തു കൊണ്ടുപോയി. ആ മഹാന്മാരും ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും മഴ കിട്ടാത്തൊരവസ്ഥ വന്നത് ഒരു മെമ്പറെ പേരിലാണെങ്കിൽ അത്തരത്തിൽ ഒരു പരിഗണന അല്ലാഹു മാറ്റിയത് ചരിത്രത്തിലുണ്ടെങ്കിൽ, മുസ്ലിങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, നന്നായി ആലോചിക്കേണ്ടതുണ്ട്. മഹത്തുക്കളെ പരിഗണിക്കുന്ന പരിഗണന അല്ലാഹു അങ്ങ് മാറ്റിക്കളഞ്ഞാൽ പിന്നെന്ത് നമ്മുടെ നാട്? പിന്നെ നമ്മളൊക്കെ പോകുന്നൊരു പോക്ക് നല്ല നിലക്കല്ലെങ്കിൽ എണീറ്റ് വരലും നല്ല നിലക്കാകൂലല്ലോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരാൾ പോകുന്ന പോക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് എണീറ്റ് വരിക. ഓരോ അടിമയെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. ഏത് രൂപത്തിലാണോ മരിച്ചത് ആ രൂപത്തിൽ. മരിക്കണ സമയത്ത് അയാൾ ഓർക്കാപ്പുറത്താണ്, അയാൾ വേറെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തം ആദാബ് വന്നപ്പോ അതിനാണ് മരിച്ചു. അയാളെ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് ആ തെറ്റിന്റെ ബാക്കി കാണിച്ചുകൊണ്ട് ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒന്നായിട്ട് കാറ്റടിച്ചത്, ഓനാണ് മരിച്ചു. പിന്നെ അയാൾ തിരിച്ചു വരുമ്പോ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് ഗീബത്തിന്റെ ബാക്കി പത്രം തുറന്നു വെച്ചിട്ടല്ലേ. എത്ര അതാപങ്ങൾ നോക്കി. വേറൊരാളെ പേരിൽ ഇല്ലാത്ത കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാറ്റടിച്ചിട്ട് എല്ലാവരും മരിച്ച കൂട്ടത്തിൽ ആൾ മരിച്ചു. അതാണ് അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ദുരന്തത. അങ്ങനെ സംഭവിച്ചാൽ എന്ത് വരും? നേർക്ക് നേരെ ഒന്ന് ഇഖ്ലാസോടെ, തൗബയോടെ, വസിയത്തോടെ ഇടവാങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഅബയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാർ, കഅബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ടീം വരും. അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഭൂമി അവരെ മൊത്തം വിഴുങ്ങും. യുദ്ധം ചെയ്യാൻ പോയവരെയും അല്ലാത്തവരെയും ഒക്കെ വിഴുങ്ങും.
അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അവരെ കൂട്ടത്തിൽ നിരപരാധികളുമില്ലേ? അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാത്തവരില്ലേ? തങ്ങൾ പറഞ്ഞു പിന്നെ അവരെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അവരുടെ നിയ്യത്തനുസരിച്ച് സപ്പോർട്ട് ചെയ്തവരുണ്ടാകും. അങ്ങനൊക്കെ ഭരിക്കുമ്പോ കാബ് പൊളിക്കന്നെ നല്ലവര് എന്ന് മനസ്സൊക്കെ എഴുതിയവരുണ്ടാവും. പൊളിക്കാനോല് പോയിട്ടില്ല, ഓലെങ്ങനെ നല്ല കിണീറ്റ് വരും. രണ്ടു പക്ഷത്തും ഉണ്ടാവില്ല ആൾക്കാർ. എന്തായാലും കാബ് പൊളിക്കാൻ പാടില്ല എന്നൊരു കൂട്ടര്. അങ്ങനല്ലേ? ബാപ്പാനെ തച്ചാലും ഉണ്ടാവും രണ്ട് കൗലല്ലേ? ബാപ്പാൻ അത്രല്ല, കുറച്ചുകൂടി കൊടുക്കേണ്ടിന്ന് ഒരു കൗലര്. സംഗതി എന്തായാലും ബാപ്പാനെ തല്ലരുതായിരുന്നു എന്ന് വേറെ പക്ഷക്കാർ. രണ്ടു പക്ഷം ഉണ്ടാവില്ല. ഇത് കാബ് പൊളിക്കാൻ പോകുന്ന ആ ടീമിൽ അവരോട് സമരസപ്പെടുന്ന ആൾക്കാർ, അവരോട് മാനസികമായി പിന്തുണക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. എങ്ങനെയാണോ നിയ്യത്ത് അങ്ങനെ നീറ്റ് വരും. അതാണ് അദാബ് എന്നാണ് കേടതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കണം, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഓരോ വർഷം കഴിയുമ്പോഴും അള്ളാഹു തആല പുരോഗതി ഏറ്റി തരുന്നുണ്ട്. ഒരു 20 കൊല്ലം മുമ്പുള്ള കൊണ്ടങ്കേരി ആണോ ഒന്നിപ്പോ? ആണോ? അല്ലല്ല. എത്ര മാറിയില്ലേ? എത്ര മാറിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റമൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ ആ നല്ലൽക്ക് പോകണം. അള്ളാഹ് നമ്മളെ തുണക്കട്ടെ. നമ്മളെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അവരാരും കേടാകാൻ വേണ്ടി വെറുക്കാൻ പാടില്ലല്ലോ. എല്ലാരും അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. എന്റെ മക്കള്, എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ, എന്റെ എളാപ്പാന്റെ മക്കൾ, എന്റെ മൂത്താപ്പാന്റെ മക്കൾ അവരിൽ പെടരുത്. പഴയ കാലത്തൊക്കെ ബാപ്പ ഇല്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് എളാപ്പ മതിയായിരുന്നു. ബാപ്പാന്റെ അഞ്ചാൻ അല്ലെങ്കിൽ മൂത്താപ്പ മതിയായിരുന്നു. ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിനൊക്കെ ബാപ്പ ഇല്ലെങ്കിൽ മൂത്താപ്പ മതി. കാരണം ആ മൂത്താപ്പാക്ക് എല്ലാരെയും വാച്ച് ചെയ്യാനും എല്ലാരെയും നോക്കാനുള്ള റോൾ മൂത്താപ്പാന്റെ കയ്യിൽ. എങ്ങനെ? അയാളെ 147 തോക്കുണ്ടായിട്ടല്ല, പെർമിറ്റുള്ള തോക്കുണ്ടായിട്ടല്ല. പിന്നെ എങ്ങനെ അയാൾക്ക് ആ രൂപത്തിൽ മാതൃക കാണിക്കാനുള്ള പക്വത ഉണ്ടായത്? എവിടേക്കാ നീ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാതെ ഒരു കുട്ടി പോകൂല. ആ ഒരു സ്റ്റാൻഡിങ് പവർ നമ്മിൽ നിന്ന് പോകരുത്. അങ്ങനെ എങ്ങനെ ഇത് പോകുമെന്ന് വെച്ചാൽ പോകും. ഈ അടുത്ത് ഞാനൊരു കൗൺസിലിംഗ് ക്ലാസ്സിന് പോയി. ഞാൻ അങ്ങനെ കൗൺസിലർ ഒന്നും അല്ല, വിളിച്ചു പോയതാണ്. എന്ത് കൗൺസിലിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ ആ കൂട്ടത്തിൽ 19 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട്. നിങ്ങൾ ശരിക്കും എല്ലാവരോടും ഈ വിഷയം ക്ലാസ് എടുത്ത് എല്ലാവരോടും കേൾപ്പിക്കണം. കൂട്ടത്തിൽ പെൺകുട്ടി ഉണ്ട്, 19 വയസ്സാണ്. ആ പെൺകുട്ടി 10ാം ക്ലാസ് മുതൽ അല്ല 8ാം ക്ലാസ് മുതൽ കുടി തുടങ്ങിയതാണ്. എന്തുകൂടി? ചായ കുടിയല്ല, കള്ളുകുടി. അങ്ങനെ ആ കുട്ടി തുടങ്ങിയെങ്കിൽ ബാപ്പ അമ്മ ആരെങ്കിലും ഒരാൾ പിന്നാലെ ഉണ്ടാകൂലേ? ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒരാളില്ലാത്തത് വരില്ല. പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയല്ലല്ലോ. ബാപ്പ കുടിച്ച് ഒരു ഹാഫ് കുടിച്ച് പോതിയോട് പറക്കത്തിന് ബാക്കി അത് കുട്ടിയെടുത്ത് കുടിക്കും. പിന്നെ കിട്ടുന്ന ക്യാഷ് മുഴുവനും സ്കോളർഷിപ്പ് അടക്കം കിട്ടിയാലും അത് ഇതിലേക്ക് പോകും. നിങ്ങൾ ആലോചിച്ചു. പിന്നെ ആ ബാപ്പക്ക് പറയാൻ ത്രാണിത്തുണ്ടാകും. നിസ്കരിക്കാത്തൊരു മൂത്താപ്പയാണെങ്കിൽ എന്താടാ നിസ്കരിച്ചോന്ന് ചോദിച്ചാല് നിങ്ങൾ എത്ര വക്ത് ഖലാക്കലിന് തിരിച്ചു വയ്ക്കൂലേ? അർത്ഥമുണ്ടോ? ഇന്ന് നിസ്കരിച്ചോന്ന് വെച്ചാ അല്ല മൂത്താപ്പ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? പോയില്ലേ? മാർക്ക് പോയില്ലേ? അതാണ് ആ പവർ ഇല്ലാതെ പോയാ പിന്നെ എന്ത് ചെയ്യും? അങ്ങാടിയിൽ പള്ളിയൊക്കെ നടന്നോണ്ടി അപ്പൊ ബാക്കിയുള്ളവര് നിങ്ങൾ പള്ളിക്കൊക്കെ എത്തി, അപ്പോ ഞങ്ങൾ എത്തിക്കോളാം. കാരണം പറയുന്ന ആള് പള്ളിക്കലേക്ക് തീരല്ലെങ്കിൽ പിന്നെ ആ പറിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അപ്പൊ ഒരാള് വിളിച്ചിട്ട്, ഒരു മോനെ വിളിച്ചിട്ട്, എളാപ്പാനം ഇവിടുന്ന് ഈ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന നേരം പള്ളിയിൽ പോയി ഒരു 10 മിനിറ്റ് ഖുർആനോദി. അപ്പൊ ആദ്യം സബ്ർ ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിലോ മൂന്നാമത്തെ ഘട്ടത്തിലോ ഇതേ ഉപദേശം വന്നപ്പോ, അല്ല മുത്താപ്പ നിങ്ങൾ എത്ര ഓതാറുണ്ട്? ഒരു ചോദ്യം. അത് ഓതുന്ന ആളാണെങ്കിലോ ചോദിക്കൂല.
ഓതുന്നതിന്റെ ശുദ്ധിയുണ്ടെങ്കിൽ, വൃത്തിയുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചോദ്യം വരൂല. അതുകൊണ്ടാണ് പഴയകാലത്തെ ബാപ്പമാര് ഒന്ന് അനങ്ങിയാൽ മതി, ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, ഒന്ന് ഇശാറത്ത് മതി, ഒന്നിങ്ങനെ ചൂണ്ടിയാൽ മതി, ഒന്നിങ്ങനെ ചൂണ്ടിയാൽ മതി, അതിനനുസരിച്ചതാ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിനു മാത്രം ഒരു പരിശുദ്ധി അവരിൽ ഉണ്ടായിരുന്നു. നമ്മളത് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഭാര്യ സന്താനങ്ങളെ നന്നാക്കി തരണം, അവർക്കൊരു ഇമാമാക്കി ഞങ്ങളെ നിർത്തിത്തരണം, ഞങ്ങളെ കണ്ടിട്ട് അവർ പഠിക്കണം. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു സ്ഥാനാണത്. മുസ്ലിങ്ങൾക്കൊക്കെ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റിയ സ്ഥാനാണ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ ഭാര്യയും മക്കളെയും മുത്തഖീങ്ങളാക്കിയിട്ട് അവരെ മുന്നിൽ നിന്നൊടുക്കാനുള്ള യോഗ്യത തരണം. അവരെ മുന്നിൽ ബാപ്പ എന്തേ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ബാപ്പ എന്നല്ല, ബാപ്പ അങ്ങനെ ചെയ്തു ഞാനും അങ്ങനെ ചെയ്യാം, എന്റെ വാപ്പ അങ്ങനെ ചെയ്യാറുള്ളത് ഞാനും അങ്ങനെ ചെയ്യാം, എന്റെ വല്യാപ്പ അങ്ങനെ ചെയ്യാറുള്ളത് ഞാനും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഒരു പാരമ്പര്യാവസ്ഥയിൽ നിന്ന് മാറിയപ്പോ നമ്മളെ അനുകരണം കുറഞ്ഞുപോയി, നമ്മളെ ഫോളോ ചെയ്യുന്നത് മാറിപ്പോയി, അവനവന്റെ വഴിക്ക് അവൻ നീങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ആമുഖമായി ഞാൻ പറയുന്നത്, മഹാന്മാരെ പരിഗണിക്കുന്ന പരിഗണന എടുത്തു പോകരുത്. അതിന്റെ ആളുകളായി നമ്മൾ ഉമ്മത്തും മാറരുത്, നമ്മളെ കൂട്ടരും നമ്മളെ കുടുംബവും മാറരുത്. നന്നായി ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകട്ടെ.